അണ്ണ നോക്കിയിട്ട് വീഴില്ലെന്ന് നട രാമകുമാര. അണ്ണൻ ടയേർഡാണ്, അതുകൊണ്ട് ഞാനൊന്ന് ഇരിക്കട്ടെ. ഇല്ല ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല ഇല്ലെന്ന്. രാമകുമാര, ഓ ഈ സോഡ നാരങ്ങകളെന്ന് പറഞ്ഞപ്പോ എന്റെ മൂട് മൊത്തം പോയി. എന്റെ നമ്പറായിരുന്നു അണ്ണ. നമ്പറായിരുന്നു? ഓ നമ്പര് കൊള്ളാം. ഇങ്ങനെ സസ്പെൻസ് ഉള്ളല്ല അണ്ണ, ഒരു ത്രില്ലുള്ളൂ. അതൊക്കെ ശരി തന്നെ. പേടിക്കാതെ രാമകുമാര. പേടിയൊന്നുമില്ല. ഹൈമ ഒന്നും വന്നില്ല. ഹൈമ അറിഞ്ഞാലേ വലിയ കുഴപ്പമാവോന്ന് പറഞ്ഞതാണ്. എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്നിട്ടാണ് ഹൈമ എന്ന് പറഞ്ഞപ്പോ പേടിച്ചത്. അണ്ണാ അത് ആക്ടിങ്. പക്ഷെ കണ്ട അങ്ങനെ പറയില്ലല്ലേ. അതെന്റെ ആക്ടിങ്ങിന്റെ കുളം. ഓ അങ്ങനെ. നീ എന്തിനാണ് ആക്ട് ചെയ്തത്? അണ്ണാ ഞാൻ പേടി പോലെ കാണിക്കുമ്പോ ഹൈമയ്ക്ക് ഒരു സമാധാനവും ഒരു സുഖവും. അപ്പൊ ഞാൻ അങ്ങോട്ട് ആക്ട് ചെയ്ത് കൊടുക്കും, അവള് ഹാപ്പി ആയിരുന്നോട്ടെ. സത്യത്തില് ഹൈമ ഒന്നുമല്ല. ഇല്ലേ? എൻ്റെ നാട്ടിലെ ഞാൻ വലിയൊരു ചട്ടമ്പിയായിരുന്നു. പക്ഷെ വയസ്സായപ്പോ ഫീൽഡ് ഔട്ട് ആയില്ലണ്ണ. ഫീൽഡ് ഔട്ട് ആയതല്ല, ആക്കിയതാണ്. എന്റെ അണ്ണൻ ആരാ ഫീൽഡ് ഔട്ട് ആക്കിയത്? ഏതാ ഗുണ്ട? തങ്ക. അങ്ങനെ ഒരു ഗുണ്ടയാ? എന്റെ ഭാര്യ. അപ്പൊ അണ്ണനും ഭാര്യ പേടിയാണ്. പേടിയൊന്നുമില്ല. ഞാൻ വരച്ചാൽ ആ ഭാര്യ അവളെ നിൽക്കും. കറക്റ്റ്. എന്റെ കാര്യം അങ്ങനെ ഉണ്ടണ്ണ, വരച്ച ആ ഭാര്യ നിൽക്കും. പക്ഷേ ഹൈമ വരെ വരയ്ക്കണം അല്ലേ? ഞാൻ വരയ്ക്കും, ഹൈമ നിൽക്കും. സത്യം അണ്ണ, വിശ്വാസമില്ലേ? കാണിച്ചു തരാം. വാ, ഞാൻ ഹൈനെ വരയെ നിർത്തി കാണിച്ചു തരാം. അണ്ണ വാ. രാമകുമാര ഇങ്ങോട്ട് പോവല്ലേ? ഞാൻ രാമകുമാരൻ വരയ്ക്കും, ഹൈ നിൽക്കും. അണ്ണന്റെ ഭാര്യ അണ്ണൻ വരച്ച വരെ നിൽക്കൂലേ? ആ, ഞാൻ വര വരയ്ക്കും, ഹൈ നിൽക്കും. അണ്ണൻ വാ. രാമകുമാര എനിക്ക് കാണിക്കണം. എനിക്ക് ചറ പറ വര വരയ്ക്കണം, അതിലെല്ലാത്തിനും ഹൈന നിർത്തും. അണ്ണൻ വാ. ഒരു കുഴപ്പമില്ല, നോ കുഴപ്പം. പ്രോബ്ലം നോ അണ്ണ, നോ. ഞാൻ വരയ്ക്കും, നിൽക്കും. എന്താണ് എത്തിയിട്ട് പോയത്? ഒന്നില്ല ചേച്ചി. അയ്യോ എന്താ ഉണ്ടല്ലോ ചേച്ചി, സത്യം പറയടി. എന്താണത് കള്ളലക്ഷണം? എന്താ കൊച്ചിനെ വരട്ടണേ? കൊച്ചിനെ കുറച്ച് വരട്ടേണ്ട ആവശ്യമുണ്ട്. കാര്യം പറയടി. എടാ ഞാൻ അടുക്കളയിൽ നിങ്ങൾ വരുമായിരുന്നു. ഞാൻ നോക്കുമ്പോ തന്നെ ഇവള് പുറത്തിറങ്ങി വന്നിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കിട്ട് ഓടി അകത്തോട്ട് കയറുമായിരുന്നു. ഞാൻ നേരത്തെ തൊട്ട് പറയുന്നില്ല ഇവക്ക് എന്തോ കള്ളത്തരം ഉണ്ടെന്ന്. എനിക്കൊരു കള്ളത്തരം ഇല്ല. കൊച്ചു പറഞ്ഞു കേട്ടില്ലേ? വരട്ടാതെ ഇറങ്ങി പോണേ. എനിക്ക് തോന്നണതേ ക്രിസ്മസ് പരീക്ഷയുടെ പേപ്പർ കിട്ടി കാണും, മാർക്കും കുറഞ്ഞു കാണും. അത് ഒളിപ്പിക്കാനുള്ള പരിപാടിയാണെങ്കിലോ? ചുസ്മി, അവക്ക് അങ്ങനെ മാർക്കൊന്നും കുറയില്ലോ കേട്ടാ, കാരണം അവളെ പഠിപ്പിക്കണേ ഞാനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മാർക്ക് കുറഞ്ഞു കാണുമെന്ന് കേട്ടാ. ഓണപരീക്ഷയ്ക്ക് മാർക്ക് കുറവില്ലായിരുന്നല്ല, അത് കഴിഞ്ഞ അടുത്ത് മിഡ് ടേമിന് മാർക്ക് കുറവില്ലല്ലോ. അപ്പൊ അതേപോലെ തന്നെ ക്രിസ്മസിന് മാർക്ക് കുറവില്ല. മാർക്ക് കുറവടി. എല്ലാരും എന്റെ പുറകെ നടക്കാതെ നിങ്ങളുടെ കാര്യം നോക്കി പോവോ? കണ്ട അതിലേ ഒരു കള്ളലക്ഷണം ഇല്ലേ? എന്റെ മൊത്തം കള്ളത്തരം ഉണ്ടോ? ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ അച്ഛന്റെ കയ്യിന്നും ചേച്ചിയുടെ കയ്യിന്നും കിട്ടിയതാ. പിന്നെ അച്ഛന്റെ കയ്യിന്നും ചേച്ചിയുടെ കയ്യിന്നും തനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഞങ്ങൾക്ക് ആർക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. എല്ലാവർക്കും കള്ളലക്ഷണം ഉണ്ട്. ചേച്ചിക്കും ഉണ്ട്, ചേട്ടനും ഉണ്ട്, ചേച്ചിക്കും ഉണ്ട്. പിന്നെ നിനക്കുണ്ട്. എല്ലാവർക്കും ഉണ്ടെങ്കിൽ എനിക്കുണ്ട്. എന്ത് എല്ലാരും കൂടെ പാറക്കുട്ടി വരട്ടുന്നത്? എന്നെ വെട്ടാൻ നോക്കിയോ ആന്റി? ഞാൻ പക്ഷെ പേടിച്ചില്ല. അത് വിടാ ആന്റി. അങ്കിളിനെ കിട്ടിയാ? ഇല്ലെന്നേ, റിംഗ് അടിക്കുന്ന ഫോണ് എടുക്കുന്നില്ല. ഫോൺ വിളിച്ചിട്ട് അല്ല ശങ്കരപ്പനെ വിളിച്ചു നോക്കിയാ? അതൊക്കെ വിളിച്ചു നോക്കി എടുക്കണമെന്നില്ല. അതെ, ഞാൻ പോന്നു, എനിക്ക് കുറച്ച് പണിയുണ്ട്. സംതിങ് ഫിഷി. ഇവളെ ശരിക്കും ഒന്ന് വാച്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്.
ഹലോ ഒന്ന് നിർത്തുവോ ശങ്കരപ്പൻ്റെ കാര്യം ഒന്ന് പറയും എന്തായി ഞാൻ പറഞ്ഞില്ലേ ആൻറ്റി, ഞാൻ വിളിച്ചു നോക്കി, പക്ഷെ അപ്പൂപ്പൻ എടുത്തില്ല. ഇപ്പം എന്താ എന്തായാലും ഇങ്ങോട്ട് തന്നെയല്ലേ വരിക, വരട്ടെ, വരുമ്പോൾ കാണിച്ചു കൊടുക്കാം. ഇന്നവർ വരുമെന്ന് തോന്നുന്നില്ല. അവർ കറങ്ങി നടക്കുമായിരിക്കും. കറങ്ങി നടന്നോട്ടെ, എന്തായാലും വീട്ടിൽ വരണമല്ലോ, അല്ലാണ്ട് ഓട്ടോ ഒന്നും കിടക്കാൻ പറ്റില്ലല്ലോ. വീട്ടിൽ വരട്ടെ, അപ്പം ഞാൻ കാണിച്ചു കൊടുക്കാം.